ഇൻഷാ അല്ലാഹ് ഉസ്താദേ എന്റെ മൂത്ത മോടെ കല്യാണം കഴിയട്ടെ, അത് കഴിയുമ്പോ ഇളയ മോടെ കല്യാണം കഴിയട്ടെ, അത് കഴിയുമ്പോ മൂത്ത മോന്റെ മാർക്കം കഴിയട്ടെ, പിന്നെ എന്റെ വീടിന്റെ പണി കഴിയട്ടെ. അങ്ങനെ നീട്ടാനുള്ളതല്ല മോനെ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനം. നീ ഒരു ദിവസമാണോ ഈ മദ്രാസിൽ നിൽക്കുന്നത്? ആ ഒരു ദിവസം ഇവിടെ ദീനിനു വേണ്ടി ഒരല്പസമയം ചെലവഴിക്കൽ എന്റെ ബാധ്യതയാണ്. നീ വേറെ എവിടെങ്കിലും ആണോ ജോലിക്ക് പോകുന്നത്? അവിടെയും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യൽ ബാധ്യതയാണ്. നമുക്കെല്ലാം അങ്ങനെ ഒരു കടപ്പാടുണ്ട്. അല്ലാഹുവിന്റെ ദീനാകുന്ന സത്യപ്രസ്ഥാനം അനുസരിച്ച് ജീവിച്ചിട്ട് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കണം. അതാ ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹു മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദായി വീഴുമ്പോ ഹബീബായ റസൂലുള്ളാഹിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന അസ്മാ ബീവിയുടെ അരയിൽ ഇരുന്നു കൊണ്ട് ഓമനമോൻ കരയുന്നുണ്ട്. അതാരാണ്? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. അവരും മക്കളെ വിട്ടിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങി ദീന് പ്രചരിപ്പിച്ച മഹാന്മാരാണ്. അപ്പൊ ആ സംഭവങ്ങൾ കേട്ടിട്ട് പോയി കിടന്നുറങ്ങാനല്ല, ഈ സംഭവങ്ങൾ പറഞ്ഞിട്ട് പോയി വിശ്രമിക്കാനല്ല. ഈ കാലഘട്ടത്തിലെ ഒരു ജഅഫറാകണം. അതിന് വാളെടുത്ത് ചെന്നൈ അങ്ങാടിയിലേക്ക് ഇറങ്ങാനല്ല, പടക്കളത്തിലേക്ക് ചാടിപ്പോകാനല്ല. നീ നിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ദീനിന്റെ പ്രചരണം നടത്തണം. അതാണ് നീ ചെയ്യേണ്ട സേവനം. നീ ജോലി തിരക്ക് പറഞ്ഞ് നിസ്കാരം ഖളാക്കാൻ പാടില്ല. നീ ജോലി തിരക്ക് പറഞ്ഞിട്ട് സ്വലാത്തിന്റെ മജ്ലിസ് മുടക്കാൻ പാടില്ല. നീ നിന്റെ ജോലി തിരക്ക് പറഞ്ഞിട്ട് വഅലിന്റെ മജ്ലിസുകൾ മുടക്കാൻ പാടില്ല. നീ നിന്റെ ജോലിക്കിടയിൽ മറ്റൊരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവന് പരിചയപ്പെടുത്തി കൊടുക്കണം. തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് മാർഗദർശനം നൽകണം. അതാണ് എന്റെയും നിങ്ങളുടെയും ഇന്നത്തെ ദൗത്യം. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. മോനെ, നമ്മൾ കാരണമായി ഒരാൾ നന്മയിലേക്ക് വന്നാൽ, സത്യത്തിന്റെ വഴിയിലേക്ക് വന്നാൽ, ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുതാണ്. നമ്മൾ വിചാരിച്ചു പോയി മൊയ്ലിയാരെ അത് നിങ്ങളെപ്പോലെ പള്ളി പണിയെടുക്കുന്നവരുടെ ജോലിയാണ്, നിങ്ങളെപ്പോലെ മതമേഖലയിലുള്ളവരുടെ ജോലിയാണ്. അല്ല മോനെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മദീനയിലെ നമ്പർ 1 പ്രമാണിയായിരുന്നു. മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചു. രാഷ്ട്രീയ ഭരണത്തിന്റെ അമരത്ത ഖലീഫയായി. അപ്പോഴും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ആ കാലഘട്ടത്തിലെ കൊളോണിയലിസ്റ്റ് ഭരണാധികാരികളായിരുന്ന കിസ്റായുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങൾ ഞെട്ടിത്തെരിക്കുന്ന ഭരണാധികാരിയാണ്. പക്ഷേ അണ്ടം വെച്ച തുണിയെടുത്തുകൊണ്ട് മദീനയിലെ ഈത്തപ്പനത്തോട്ടത്തിൽ ഉറങ്ങുകയാണ്. ആ ളുഹാ സമയത്തുറങ്ങുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പേഴ്സണൽ ഗാർഡ് ഇല്ല, സെക്യൂരിറ്റി ഇല്ല. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ മാനിഫെസ്റ്റോ എഴുതുമ്പോ നിയമഘടനയ്ക്ക് വേണ്ടി മാതൃകയെടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണവ്യവസ്ഥിതിയാണ്. അത്രയും വലിയ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പാഠം പഠിക്കണം മോനെ. അപ്പൊ ഞാൻ എത്ര വലിയ മുതലാളിയായാലും, വൈറ്റ് കോളർ ആയാലും, ബിസിനസ്മാൻ ആയാലും, എത്ര വലിയ ആളായാലും എൻ്റെ കയ്യിൽ ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ഒരു ഇസ്ലാമിന്റെ പ്രചാരകനാകണം, ഇസ്ലാമിന്റെ പ്രബോധകനാകണം. അതിനുള്ള ഏറ്റവും വലിയ മാർഗം നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തുക്കളും നേതൃത്വം നൽകുന്നത്
ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാള് തങ്ങൾ 90 വയസ്സ് കഴിഞ്ഞിട്ടും മംഗലാപുരത്ത് നിന്നൊരു കാറിൽ കയറി 600-ലേറെ കിലോമീറ്ററുള്ള കൊല്ലത്തെ ഒരു മജ്‌ലിസിലേക്ക് വരുന്നു. കഴിഞ്ഞ ആഴ്ച വിശ്രമ ജീവിതത്തിന് ആരും അനുവദിക്കാത്തത് കൊണ്ടല്ല, ആ 90 വയസ്സ് കഴിഞ്ഞ മഹാനായ സയ്യിദ് റോഡിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് എന്റെ സാന്നിധ്യം കൊണ്ട് 4 പേർക്ക് ഹിദായത്ത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ കുവൈത്തിലേക്ക് വിസിറ്റിംഗ് വിസ അടിക്കാൻ കൊടുത്തപ്പോ അതോറിറ്റി പറഞ്ഞു ഇത്രയും പ്രായമുള്ള ആൾക്ക് വിസ അടിക്കൂല. അത്രയും ക്ഷീണവും പ്രായവും ഉണ്ടായിട്ടും അത് മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും ഓടി നടക്കുന്നതൊരു മുതലാളിയാകാനല്ല, കിട്ടുന്നത് മുഴുവനും പാവപ്പെട്ടവർക്കും കുടുംബത്തിൽ ആവശ്യമുള്ളവർക്കും വിധവകൾക്കും നൽകുന്ന സയ്യിദാണ്. ആ താജുൽ ഉലമാ തങ്ങൾ ഇപ്പോഴും യാത്ര ചെയ്യുന്നത് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ദീന് പ്രചരിക്കാനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതാ പ്രായം ഏറെയായി വേണമെങ്കിൽ മർക്കസിന്റെ ഉള്ളിലിരുന്ന് ബുഖാരി ദർസ് നടത്തിയിട്ട് ബാക്കിയുള്ള സമയം വിശ്രമിക്കാൻ കാന്തപുരം ഉസ്താദിനെ തിരഞ്ഞെടുക്കാം. ആരും പരാതി പറയില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടില്ലേ, ഉസ്താദ് അവറുകൾ രാവിലെ എറണാകുളത്ത് വന്നു, ഉച്ചയ്ക്ക് കോയമ്പത്തൂര് പോയി, പിന്നെ വൈകുന്നേരം വീണ്ടും എറണാകുളത്തേക്ക് അടുത്ത ഫംഗ്ഷന് വന്നു. എന്തിനാണ് ഈ മനുഷ്യൻ ഓടി നടക്കുന്നത്? എന്റെ സാന്നിധ്യം കൊണ്ടൊരു പള്ളി ഉണ്ടാകുന്നെങ്കിൽ, ഒരു മദ്രസയുണ്ടാകുന്നെങ്കിൽ, ഒരു ദീനീ പ്രവർത്തനം നടക്കുന്നെങ്കിൽ അതുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ആലിമീങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, എന്റെയും നിങ്ങളുടെയൊക്കെ ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞു പോയല്ലോ. നാളെ അങ്ങ് മരിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട ഹാജിയാരെ, പ്രിയപ്പെട്ട ഉമറാക്കളിലെ സഹോദരാ, നമ്മൾ ഈ ദീനിനു വേണ്ടി എന്ത് ചെയ്തു? അതേ സമയത്ത് നമ്മുടെ ആലിമീങ്ങൾ ശാഫി ഇമാം തങ്ങളുടെ ജീവിതം 60-ൽ ചില്ലാനും വയസ്സുള്ള ജീവിതം കൊണ്ട് ലോകം മുഴുവനും വിജ്ഞാനം പ്രചരിപ്പിച്ച മഹാനാണ്. നവവി ഇമാം തങ്ങളെ 40 കൊല്ലത്തെ ജീവിതം കൊണ്ട് ലോകം മുഴുവനും വിജ്ഞാനം നിറച്ച നേതാവാണ്. അതുപോലെ നമ്മുടെ ഉസ്താദുമാരും സാദാത്യങ്ങളുമെല്ലാം മരണപ്പെടുന്ന സമയത്ത് ആയിരക്കണക്കിന് പള്ളികളുടെയും 10,000-കണക്കിന് ആലിമീങ്ങളുടെയും ശേഷിപ്പുണ്ടെങ്കിൽ സാധാരണക്കാരെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ ഇവിടെ നല്ല ശേഷിപ്പുകൾ വേണമെങ്കിൽ എത്ര തിരക്കുള്ള ബിസിനസ് ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ദിവസം 1 മണിക്കൂറെങ്കിലും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കണം. അതിനു വേണ്ടിയാണ് SYS, അതിനു വേണ്ടിയാണ് SSF, അതിനു വേണ്ടിയാണ് ചെന്നൈ സുന്നി ഓർഗനൈസേഷൻ, അതിനു വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ മജ്‌ലിസുകളെല്ലാം. അപ്പോൾ ഇതിൽ പങ്കാളിയായി നീ ജീവിച്ചാൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് ഉണ്ടാവുക. നാം ഇതിന്റെ പങ്കാളിയായി ജീവിച്ചാൽ അവസാനത്തെ ഉദാഹരണം അറിയണോ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ആദരണീയയായ മാതാവ് മരണപ്പെട്ടു പോയി. ലക്ഷക്കണക്കിന് ആളുകൾ ജനാസ നിസ്കരിച്ചു. കോടിക്കണക്കിന് തഹ്ലീലുകൾ ആ ഉമ്മാന്റെ ഹദറത്തിലേക്ക് ചൊല്ലി. ആ ഉമ്മ ചെയ്ത സേവനം എന്താണ്? സ്വന്തം ഓമന മകനെ വേണമെങ്കിൽ വിട്ട് പഠിപ്പിച്ചൊരു ഡോക്ടറാക്കാമായിരുന്നു, വേണമെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കാമായിരുന്നു. അത്യാവശ്യം സമ്പന്ന കുടുംബമാണ് അവരുടേത്, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാക്കാമായിരുന്നു. അതിന് പകരം നല്ല ബുദ്ധിയുള്ള മകനെ, നമ്മൾ ബുദ്ധിയുള്ള മക്കളൊക്കെ എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെയൊക്കെ പോട്ടെ എന്നാണ് തീരുമാനിക്കൽ. എന്നാൽ നല്ല ബുദ്ധിയുള്ള മോനെ നല്ലൊരു പണ്ഡിതന്റെ അടുക്കൽ കൊണ്ടുപോയി ദർസിൽ ഓതാനാക്കി. പുല്ലൂക്കര ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആ ദർസിൽ ഓതാനാക്കി മകനെ ഒരു മുതഅല്ലിമായി വിട്ടതിന്റെ കാരണമല്ലേ ആ ഉമ്മാക്ക് ജനാസ നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായത്.
കോടിക്കണക്കിന് തഹ്ലീലുകൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ജനങ്ങൾ ചൊല്ലി ഹദിയ ചെയ്തത്. അതുപോലെ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങളുടെ മകനൊരു ആലിമായാൽ, അല്ലാഹുവിൻ്റെ ദീനിന്റെ സേവകനായാൽ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിന്റെ ഒരു പ്രവർത്തകനായാൽ, നമുക്ക് വേണ്ടി ജനലക്ഷങ്ങൾ ജനാസ നിസ്കരിക്കുമെന്ന പ്രതീക്ഷ വേണം. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തെ ഉമറാക്കൾ സ്നേഹിച്ചത്. അതിനുവേണ്ടിയാണ് ചാലിയം ബാവഹാജി ഇതിന്റെ പ്രവർത്തകനായിരുന്നത്. അതാ കണ്ടില്ലേ, 10,000-കണക്കിന് ആളുകൾ ജനാസ നിസ്കരിച്ചു. സാജിദ ഉമർ ഹാജി ഇതിന്റെ പ്രവർത്തകനായത്. 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു. അതുപോലെ അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു ഖാദിമായി മാറിയാൽ, കച്ചവടത്തിന്റെയും ജോലിയുടെയും ഇടയിൽ അസ്രായീലിനോട് മാത്രം നമുക്ക് തിരക്ക് പറയാൻ പറ്റില്ല. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മോനെ, മരണമാകുന്ന യാഥാർത്ഥ്യം നിന്റെ മുമ്പിലേക്ക് വരുമ്പോ വേറെ ആരും തടഞ്ഞാൽ നിർക്കാൻ പറ്റൂല. ഒരാളുടെ വാക്കിനും അവിടെ പ്രാധാന്യമില്ല. നിന്നെ അതേ സമയത്തു തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ആ മരണം വരുമ്പോ എന്റെ അടുത്ത ബില്ല് പാസ്സാവട്ടെ എന്ന് പറയാൻ പറ്റൂല. ആ മരണം വരുമ്പോ എന്റെ അടുത്ത ലോഡ്ജും കൂടെ ഓപ്പൺ ആക്കട്ടെ എന്ന് പറയാൻ പറ്റൂല. മരണം വരുമ്പോൾ എൻ്റെ മകന്റെ അഡ്മിഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റൂല. എല്ലാം അടക്കി വെച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട മരണമാസന്നമായാൽ കയ്യിൽ കുറെ സൽക്കർമ്മം വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണ്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി അതിന് മീറ്റിംഗ് വിളിച്ചാൽ നിങ്ങൾക്ക് ലാഭം കിട്ടാനില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു പോയി. പഠിച്ചോലെ, ഇപ്പൊ കടയിൽ നിന്നൊരു അരമണിക്കൂർ കൂടെ കച്ചവടം ചെയ്ത പെട്ടിയിലേക്ക് ഒരു 10,000 ഉറുപ്പികയും കൂടെ വരും. അതേ സമയത്ത് മൻസൂർ ഹാജി വിളിച്ച മീറ്റിംഗിൽ ലോഡ്ജിന്റെ മേലേക്ക് ചെന്നാൽ ഇപ്പൊ അത് കുറഞ്ഞു പോവല്ലോ, ലാഭം നഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു പോകണ്ട. നിനക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു പ്രോഫിറ്റ് ഉണ്ട്. അത് ഇന്റർനെറ്റ് ബിസിനസ് പോലെയാണ്. ഇത് കാർഡ് ഉപയോഗിച്ചുള്ള ബിസിനസ് ആണ്. അക്കൗണ്ടിലേക്ക് അങ്ങ് നേരെ എത്തുകയേ ഉള്ളൂ. മേശയിലേക്ക് നേരിട്ട് നിന്റെ കയ്യിൽ കിട്ടുന്നില്ല. പക്ഷേ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിനക്കൊരു വാതിൽ കടക്കേണ്ടതുണ്ട്. ആ വാതിൽ ഏതാണ്? ATM കൗണ്ടറിന്റെ വാതിലല്ല, ഖബറാകുന്ന വാതിലാണ്. ആ വാതിൽ കടക്കുമ്പോ നിനക്ക് കാണാം 4 പേര് കൂടിയിരുന്ന SSFന്റെ മീറ്റിംഗ്, 50 പേര് പങ്കെടുത്ത കൺവെൻഷൻ, അതിന്റെ എല്ലാം ലാഭമാണ്. അല്ലാഹു തആല 10 ഇരട്ടിയായി 70 ഇരട്ടിയായി പലിശയായി പണം കിട്ടുന്നതിനേക്കാൾ 10,000 മടങ്ങ് പരിശുദ്ധിയോടെ നിന്റെ ഖബറിലേക്ക് വരുന്നത് ആ ദീനീ പ്രവർത്തനമാണ് മോനെ. അതുകൊണ്ട് നാം അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഭൗതികമായ വലിയൊരു ലാഭം അവിടെ പോകുമല്ലോ എന്ന് വിചാരിക്കുമ്പോ ആഖിറത്തിന്റെ വലിയൊരു ലാഭം ഇവിടെ കിട്ടുമല്ലോ എന്ന് വിചാരിക്കണം. അതാണ് രണാങ്കണത്തിന്റെ വക്കത്തേക്ക് ചാടിപ്പോകുമ്പോ കയ്യിലിരിക്കുന്ന കാരക്ക വലിച്ചെറിഞ്ഞിട്ട് പറയുകയാണ്, ഇല്ല ഇല്ല, സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് കാരക്കയുടെ തിന്നുന്ന സമയം വൈകാൻ പറ്റൂല, എനിക്ക് പോകണം അല്ലാ. അറിയുമോ സഹോദരാ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആരാണ്? അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആരാണ്? അതാ ഉഹദിന്റെ രണാങ്കണത്തിന്റെ താഴ്വര മദീനയിൽ കിടന്ന് കഥ പറയുന്നുണ്ട്. സാധുവായ ഞാൻ മദീനയുടെ മണ്ണും മനസ്സും മദീനയുടെ വിശേഷങ്ങൾ മദീനയെ കുറിച്ച് മാത്രം പറഞ്ഞ് 25ഓളം മണിക്കൂർ CD-കളുണ്ട്.
അതിലെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, വാങ്ങാവുന്നതാണ്. ഏതായാലും ശരി, പരിശുദ്ധമായ മദീനയിലെ ഉഹദിന്റെ താഴ്വര അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസിനോട് പറയുകയാണ്, സഅദേ, പടക്കളത്തിന്റെ ചാരത്ത് വെച്ച് പ്രാർത്ഥന നടത്തിയാൽ പരിഹാരം വേഗം ലഭിക്കുമെന്ന് പുണ്യനബിയുടെ തിരുമൊഴിയുണ്ട്. അതുകൊണ്ടൊന്ന് ദുആ ചെയ്യണേ സഅദേ. ഞാൻ ആമീൻ പറയാം. അപ്പോഴാണ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്യുകയാണ്, റബ്ബേ, ഈ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയിട്ട് പടപൊരുതണം. ശക്തനായ ഒരു ശത്രുവിനെ എനിക്ക് കിട്ടണം. അവനെ പരാജയപ്പെടുത്തിയിട്ട് സ്വത്ത് മുഴുവനും ഇസ്ലാമിന് പിടിച്ചെടുക്കണം. അതിന് തൗഫീഖ് നൽകണം റബ്ബേ. സഅദിന്റെ ദുആയാണ്, ജഹ്ശിന്റെ മറുപടിയാണ് ആമീൻ. രണ്ടാമത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് മുന്നോട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, ഈ പടക്കളത്തിൽ ഇറങ്ങിയിട്ട് പോരാടുമ്പോ ശക്തനായ ഒരു ശത്രുവിനോട് മല്ലടിച്ചിട്ട് എന്റെ അവയവങ്ങൾ ഓരോന്നും മുറിച്ചു മാറ്റപ്പെടണം. എന്നിട്ട് എനിക്കിങ്ങനെ ഷഹീദാകണം റബ്ബേ. സഅദ് റളിയല്ലാഹു അൻഹു ഈറനണിഞ്ഞ കണ്ണുകളോട് ആമീൻ പറയുകയാണ്. ഉഹദ് തീജ്വാലകൾ ഉയർന്ന പടക്കളമാണ്. ഹബീബിന്റെ പല്ല് പൊട്ടിയപ്പോ ഉഹദ് മല തേങ്ങിയിട്ടുണ്ട്. ഹബീബിന് ഒരു സ്ഥലത്ത് നിന്ന് മേലോട്ട് കയറി നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഉഹദ് മലയൊന്ന് ചരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധാരണ പരന്നപ്പോ മദീനയുടെ അടുക്കളകൾ നനഞ്ഞിട്ടുണ്ട്, ഉമ്മമാര് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ തീവ്രമായ വികാരങ്ങളുടെ താഴ്വരയായ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് നടന്നു നോക്കുകയാണ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ട്. എന്നോടൊപ്പം ദുആ ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് എവിടെ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നോടൊപ്പം ദുആ ചെയ്ത അബ്ദുല്ലാനെ കാണുന്നില്ല നബിയേ. ഞാൻ ദുആ ചെയ്തതിന് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ശക്തവാനായ എതിരാളിയെ തോൽപ്പിച്ചിട്ട് ആയുധങ്ങൾ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ സഹകാരിയായ അബ്ദുള്ള എവിടെ? അനുരാഗത്തിന്റെ അലമാലകൾ ആത്മാവിന്റെ അഷ്ടദിക്കിൽ നിന്ന് ചുടുചുംബനം കൊടുത്ത് വരിഞ്ഞു മുറുക്കിയ സ്നേഹഭാജനങ്ങളുടെ ഹൃദയവികാരങ്ങളെ ഉഹദ് മലയുടെ ഉന്നതങ്ങളിൽ പ്രകമ്പനമുയർത്തിയിട്ട് നിൽക്കുമ്പോഴാണ് പ്രവാചക പ്രവീണരുടെ പ്രകർഷ്ട വചനങ്ങളുടെ പ്രസിദ്ധ മൊഴികൾ ഉയർന്നു വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു പടക്കളത്തിന്റെ ഒരു മൂലയിൽ കിടക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് നോക്കുമ്പോൾ കാത് മുറിച്ചു മാറ്റപ്പെട്ടു പോയി, കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടു പോയി, അവയവങ്ങൾ പലതും മുറിച്ചു മാറ്റപ്പെട്ടു പോയി. ചെറുപ്പക്കാരാ, നാളെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് ഷഹീദായതിന് പുറമേ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ മുറിച്ചു മാറ്റപ്പെട്ട കാതും ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുമായി സ്വർഗം തരണമെന്ന് പറഞ്ഞു വരുമ്പോ സിനിമ കണ്ട കണ്ണുമായി, ടാക്കീസിലേക്ക് നടന്ന കാലുമായി, തോന്നിവാസത്തിന് താളം പിടിച്ച കൈകളുമായി, വൃത്തികേട് നിറഞ്ഞ മൊബൈലിന്റെ ബട്ടൺ അമർത്തിയ വിരലുകളുമായി
അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ എനിക്ക് സ്വർഗം കിട്ടുമോ? നമുക്ക് സ്വർഗത്തിന് അർഹതയുണ്ടോ മോനെ? അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഈമാനുള്ളവരെ ഈമാനിന്റെ വഴിയിൽ നിത്യശ്രദ്ധയോടെ കടന്നു വരണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കണം. ഹബീബിനോട് ഹൃദയം കൊണ്ട് ചുംബനം കൊടുക്കണം. ലോകത്തുള്ളതെല്ലാം നശിക്കുമെന്ന ബോധം വേണം. അനശ്വരമായ ഒരു പരലോകത്തെ കുറിച്ച് വിചാരം വരണം. ഇത് താൽക്കാലികമായ ലോകമാണെന്ന ബോധം വേണം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമോ എന്ന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഞാൻ എൻ്റെ ഒരുപാട് പരിപാടികൾ ഡിസംബറിലും 2012 പല ഡേറ്റിലും എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കുറപ്പില്ല നാളത്തെ ആലപ്പുഴ ജില്ലയിലെ താമല്ലാക്കലുടെ പരിപാടിക്കെത്തുമോ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ എത്താൻ പറ്റൂല. അതുകൊണ്ട് മോനെ, താൽക്കാലികമായി ദുനിയാവിന്റെ പളപളപ്പുകൾക്കിടയിൽ ജീവിതം ഹോമിക്കാതെ നിന്റെ ദുനിയാവിന്റെ നീളം കുറച്ചാ, അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള അധ്വാനം കുറച്ചു മതി. ആഖിറത്തിന്റെ നീളം കൂടുതലാ, അതുകൊണ്ട് അധ്വാനം കൂടുതൽ അവിടേക്കാണ് വേണ്ടത്. മോനെ, 1-ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കും പോലെയല്ല എൻട്രൻസിന്റെ കുട്ടി പരിശീലിക്കേണ്ടത്. നമ്മളെ കടമ്പകൾ കടന്നു വരാനുണ്ട്. അത് മുഴുവനും കടന്നിട്ട് പറുദീസയിലെത്തണമെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. അതിൻ്റെ മുഴുവനും മുന്നോടിയായി ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. മോനെ, ഈ നാട്ടിൽ നിന്ന് നമ്മുടെ ബിസിനസ് ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് ചെല്ലുമ്പോ നീ ആദ്യമായി ഇവിടെ വരുമ്പോ വന്നതുപോലെയല്ല തിരിച്ചു ചെല്ലുക. കുറെ VVIPകൾ നിന്റെ കൂടെയുണ്ടാകും. അതാരാണ്? 1 BP ആണ്, 2 ആരാണ്? നീ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. 3 ആരാണ്? ചിലപ്പോ നേരെ പോകുന്നത് കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ഒരുപാട് രോഗങ്ങളാകുന്ന കൂട്ടുകാരെയും കൂട്ടി നീ നാട്ടിലേക്ക് തിരിച്ചിറങ്ങുമ്പോ നിനക്കൊരു സമാധാനമുണ്ട്. ഞാൻ ഇത്രയും കാലം മദ്രാസിൽ കിടന്ന് അധ്വാനിച്ചെങ്കിലും കുഴപ്പമില്ല, മാന്യമായൊരു വീടുണ്ട്, മോടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മോനെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നിനക്ക് സമാധാനിക്കാം. പക്ഷേ അതാ പള്ളിക്കാട്ടിന്റെ അടുക്കലൂടെ നടക്കുമ്പോ നിന്റെ ജ്യേഷ്ഠന്മാരവിടെയുണ്ട്, സഹോദരന്മാരവിടെയുണ്ട്. അവരുടെ ഖബറിടങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം എന്തൊക്കെയായിരിക്കും എന്നൊന്ന് ആലോചിക്കാൻ സമയമുണ്ടോ? നിനക്ക് കാവൽ നൽകേണ്ട സൽക്കർമ്മങ്ങൾ അത് നീ സമാഹരിച്ചിട്ടില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് 1-ാമതും 2-ാമതും 3-ാമതും ലോക നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്ര വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഒരൊറ്റ വസിയ്യത്ത് കൂടി പറയട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കണം മോനെ. രാത്രി കിടന്നുറങ്ങുമ്പോ ഹബീബ് വരണം എന്റെ അരമനയിലേക്ക്, നിന്റെ കിടപ്പറയിലേക്ക്. എന്റെയും നിന്റെയും സ്വകാര്യ മുറിയുടെ അകത്തളത്തിൽ പ്രകാശം പൊഴിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരണം. അതിങ്ങനെ മോഹിച്ച് നടന്നാ പോരാ, ആഗ്രഹിച്ചു ദ്വാരക്കാൻ പറഞ്ഞാ പോരാ. അള്ളാഹുവിന്റെ ഹബീബിനോട് നിന്റെ മനസ്സിൽ നിന്ന് മന്ത്രമുയർന്നിട്ട് മദീനയുടെ മണൽപ്പരപ്പിൽ ചെന്ന് ചുംബനം കൊടുക്കണം. അപ്പോഴാണ് ഹബീബ് വരിക. അതിന് വേണ്ടതെന്താണ്? ഓ കെ ജൂദോ കറം ഹേ ഷഹേ
बतहा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. ഔദാര്യത്തിന്റെ ആരാമമായ വിട്ടുവീഴ്ചയുടെ വിഹായുസായ ആനുകൂല്യങ്ങളുടെ ആകാശമായ ഔദാര്യങ്ങളുടെ വിളനിലമായ മഹിതഭാവങ്ങളുടെ സമീക്ഷയായ മഹദ്ഗുണങ്ങളുടെ സമ്മേളനമായ റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചുകൊണ്ട് സ്വലാത്തു ചൊല്ലണം. എന്റെ അധരങ്ങൾ ചലിക്കണം സ്വലാത്ത് കൊണ്ട്, എന്റെ നയനങ്ങൾ നിറയണം അതിന്റെ ആശയം കൊണ്ട്, എന്റെ ഹൃദയത്തിൽ പൂക്കാലമുയരണം പുണ്യനബിയോടുള്ള പ്രണയം കൊണ്ട്. എന്റെ അധരങ്ങളും എന്റെ ഹൃത്തടവും എന്റെ ചരണവും എന്റെ നിശ്ചലനവും സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം കെ ദൂലാ ഹമാരാ നബി. ലോകമാകമാനമുള്ള നേതൃത്വങ്ങളുടെ ഉന്നതങ്ങളിൽ ശ്രേഷ്ഠരായി വാഴ്ത്തപ്പെട്ട പുണ്യനബിയേ സലാം. ആനുകൂല്യങ്ങളുടെ കലവറകളിൽ നിന്ന് ആഗോള ജനതയ്ക്ക് ആവശ്യമുള്ളത് മുഴുവനും തുറന്നു കൊടുത്ത തേജസ്വിയേ സലാം. ആരാണിതിനപ്പുറം ഒരു വ്യക്തി? ഫോട്ടോയില്ല, പ്രതിമയില്ല, പ്രതിഷ്ഠയില്ല, ചിത്രമില്ല, ചിത്രീകരണമില്ല, സ്പോർട്സ് ഗാലറിയില്ല, ആർട്സ് ഗാലറിയില്ല. അതൊന്നുമില്ലാതെ കോടാനുകോടി മാനസങ്ങളിൽ നിറചന്ദ്രികയായി നിലനിൽക്കുന്ന വേറൊരു നേതാവിന് യൂറോപ്പിനില്ല, ഏഷ്യക്കില്ല, മധ്യേഷ്യക്കില്ല, പാശ്ചാത്യർക്കില്ല, പൗരസ്ത്യർക്കില്ല, അറബികൾക്കില്ല, അനറബികൾക്കില്ല. അവരെയെല്ലാം പരാജയപ്പെടുത്തിയ വിശിഷ്ട തേജസ്വിയുടെ പരിശുദ്ധ നാമമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദുശ്മനെ അഹ്മദ് പെ ശിദ്ദത്ത് കീജിയേ. നീ ഹബീബിന്റെ പ്രണയിയാണെങ്കിൽ, നീ മുത്തുനബിയുടെ അനുരാഗിയാണെങ്കിൽ, നീ സ്നേഹനബിയുടെ ചുംബനം കൊതിക്കുന്നുണ്ടെങ്കിൽ, നീ ഇഷ്ടകാമുകന്റെ വിശുദ്ധ മദീനയിൽ പോയൊന്ന് വീഴാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദുശ്മനെ അഹ്മദ് പെ ശിദ്ദത്ത് കീജിയേ. റസൂലുള്ളാഹിനെ പ്രേമിക്കാത്തവരോട് നിനക്ക് പ്രേമമുണ്ടാകാൻ പറ്റൂലടാ. കാരണം എന്തേ? എനിക്ക് ജന്മം നൽകിയ എന്റെ വാപ്പ അബ്ദുൽ ജലീൽ മുസ്ലിയാർ 6 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കട്ടെ. ഞങ്ങൾ മക്കളുടെ മുഴുവൻ ഉസ്താദ് കൂടിയാണ്. അല്ലാഹു ദറജ ഉയർത്തട്ടെ. പക്ഷേ എൻ്റെ ഈ ശരീരത്തിന് ജന്മം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനേക്കാൾ എനിക്ക് കടപ്പാടുള്ളത് എൻ്റെ ആത്മാവിൻ്റെ പിതാവാരാണ്? മദീനയിൽ കിടക്കുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി നിങ്ങൾ പറയണ്ട ഞാൻ എവിടുന്നോ സങ്കല്പിച്ചു പറയാണെന്ന്. അല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. നിങ്ങളുടെ ആത്മാവിനേക്കാൾ നിങ്ങൾക്ക് ബന്ധമുള്ളവരാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ ഇമാം ഖുർത്തുബിയുടെ വ്യാഖ്യാനമാണ് നിങ്ങളുടെ ആത്മാവിന്റെ പിതാവാണെന്ന്. ശരീരത്തിന്റെ പിതാവിനേക്കാൾ വലിയ ബന്ധമാണ് ആത്മാവിന്റെ പിതാവിനോടുള്ളത്. യാ റസൂലല്ലാഹ്, ചെറുപ്പക്കാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ ആത്മാവിന്റെ ഉപ്പ, ആത്മാവിന്റെ പിതാവ്, ആത്മാവിന്റെ രക്ഷിതാവ്. അതുകൊണ്ട് നീയൊന്ന് കണ്ണടച്ചിരുന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ ആ ഉപ്പാനെ ഒന്ന് കാണണ്ടയോ മോനെ? ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ പോലെയുള്ള സാദാത്യങ്ങൾക്ക് അവരുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഉപ്പയാണ് മുത്തുനബി. നമുക്ക് ആ നിയോഗമുണ്ടായില്ലെങ്കിലും നമ്മുടെ ആത്മാവിന്റെ പിതാവാകണം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് ആലുൻ നബി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് പെടുക എന്ന് വ്യാഖ്യാതാക്കള് പറഞ്ഞു. മുഴുവൻ സത്യവിശ്വാസികളും അതിൽപ്പെട്ടവരാണെന്ന വ്യാഖ്യാനത്തിന്റെ താല്പര്യം അതാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ മുഴുവൻ സ്നേഹാനുരാഗങ്ങളുടെ വരിഷ്ഠ വീണകളെയും ഒരുപോലെ തന്ത്രികൾ ക്രമീകരിച്ചു തന്ന ലോക നേതാവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ച് മോനെ, നീ വിചാരിച്ചു പാൻസും സൂട്ടും മോഡേൺ ഡ്രസ്സും അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ഇന്റർനെറ്റ് ജന്തു ആയാലേ നന്നാവുള്ളൂന്ന്? ഇല്ല മോനെ.